ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യോഗയുടെ ഗുണങ്ങളെക്കുറിച്ചാണ്. യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സ് റിലാക്സ് ആവുന്നു, നമ്മുടെ പിരിമുറുക്കങ്ങളെല്ലാം ഇല്ലാതാവുന്നു, ഉറക്കം മെച്ചപ്പെടുന്നു എന്നീ ഗുണങ്ങളൊക്കെ നമുക്ക് യോഗ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ പേശികൾക്കെല്ലാം അയവ് വരുന്നു. അതുമൂലം നമ്മുടെ സന്ധിവേദന പോലുള്ള വേദനകൾക്ക് ആശ്വാസമാണ്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം നമ്മുടെ തിരക്ക് പിടിച്ചൊരു ജീവിത സ്റ്റൈലാണ് എല്ലാവരുടെയും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ എവിടെയോ പോയിട്ട് യോഗ പഠിക്കാന്നുള്ളൊരു സമയം ആർക്കും ഇല്ല. അത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതേ സ്ഥിതിക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സൗകര്യം ഫോണിലൂടെ എല്ലാവർക്കും അവരവരുടെ സമയത്തിനനുസരിച്ച് കാണാൻ പറ്റും എന്നുള്ളൊരു ഇത് വരുന്നത് കൊണ്ട് അധികം ആളും ഈ യോഗ ചെയ്യാൻ ശ്രമിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എല്ലാവർക്കും യോഗയെ പറ്റി അറിയണമെന്നില്ല. പലരും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ യോഗയെ പറ്റി കേട്ടിരിക്കും. അതിൻ്റെ എങ്ങനെയാ ചെയ്യേണ്ടത്, അല്ലെ അതിന് മുന്നേ എന്തെങ്കിലും തയ്യാറെടുപ്പ്, ഏതൊക്കെ സമയത്ത് ചെയ്യണം, എങ്ങനെയെല്ലാം ചെയ്യണം ഒന്നും ആർക്കും അറിയണമെന്നില്ല. ചിലരെ ഈ പഞ്ചായത്തിൻ്റെ ഇതിലും അങ്ങനെയൊക്കെ പഠിച്ചവരായിരിക്കും. പക്ഷെ അതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. യോഗ ചെയ്യുന്നതിന് മുന്നിലുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യം തന്നെ വേണ്ടത് ഒന്നെങ്കിൽ യോഗ മാറ്റ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്. ഇതെന്തായാലും വേണം യോഗ ചെയ്യുന്ന സമയത്ത്. പിന്നെ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം യോഗ ചെയ്യാം. അതിരാവിലെ ചെയ്യുമ്പോൾ നമ്മളെ ഒഴിഞ്ഞ വയറായിരിക്കും. ഒഴിഞ്ഞ വയറിൽ യോഗ ചെയ്യണം. പിന്നെ വൈകുന്നേരം ചെയ്യുക, അതായത് സന്ധ്യ സമയത്ത് യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു സമയമായിരിക്കുമല്ലോ. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 3-4 മണിക്കൂറിന് ശേഷം മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ ലഘുപാനീയങ്ങൾ, ചായ അങ്ങനത്തൊക്കെ ഇല്ലേ, അതൊക്കെ കുടിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളൂ. കുളിച്ചു കഴിഞ്ഞതിന് ശേഷം യോഗ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൂടാതെ യോഗ ചെയ്തിട്ട് കുളിക്കുന്ന ശീലം ഉള്ളവരുണ്ട്. യോഗ ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം കുളിക്കുന്നതാണ് നല്ലത്. പിന്നെ തുറസായ സ്ഥലത്ത് വെച്ചിട്ട് വേണം യോഗ ചെയ്യാൻ. ഈ കൊതുക്, പ്രാണികൾ ഇതിൻ്റെയൊക്കെ ഒന്നും ശല്യമില്ലാതെ ഉള്ളൊരു സ്ഥലമായിരിക്കണം യോഗക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ആർത്തവ സമയത്ത് യോഗ ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും രോഗമോ അങ്ങനത്തെ അവസ്ഥകളിൽ ആ ഒരു സമയത്തൊന്നും യോഗ ചെയ്യാൻ പാടില്ല. ഇന്നത്തെ വീഡിയോയിൽ യോഗയുടെ ഗുണവും യോഗ ചെയ്യുന്നതിന് മുന്നിലുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ യോഗയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ്, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക.